Hi everyone, welcome all. ഇന്ന് നമുക്ക് പുതിയൊരു ടിപ്സ് പഠിക്കാം. മാരി എന്താ മാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, നിങ്ങൾക്കറിയാം അല്ലേ? ഇതൊരു വേർബാണ്. മാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, ഇതൊരു ക്രിയയാണ്. പക്ഷെ നമുക്ക് ഈ മാരി എന്നുള്ള വാക്ക് 3 വ്യത്യസ്ത ടൈപ്പിൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ മാരി കല്യാണം കഴിക്കുക വേർബായിട്ട് യൂസ് ചെയ്യാം. ഇനി മാരീഡ് തന്നെ നമുക്ക് ആഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, ആഡ്ജക്റ്റീവ്. ദെൻ വേറൊരു ഉപയോഗം കൂടിയുണ്ട്, ഗെറ്റ് മാരീഡ്. ഗെറ്റ് മാരീഡ് അവിടെയും ആഡ്ജക്റ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. Come on, let's learn one by one. അപ്പോൾ മാരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ കല്യാണം കഴിച്ചു. ഐ മാരീഡ് എ ഡോക്ടർ. ഐ മാരീഡ് എ ഡോക്ടർ എന്ന് പറയാം. ദെൻ അവൾ ഒരു എഞ്ചിനീയറിനെ കല്യാണം കഴിച്ചു. ഷീ മാരീഡ് എൻ എഞ്ചിനീയർ. ഷീ മാരീഡ് എൻ എഞ്ചിനീയർ എന്ന് പറയാം. പിന്നെ മാരീഡ് എന്ന് പറഞ്ഞാൽ ആഡ്ജക്റ്റീവ് ആണ്, വേറൊരു തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താണ്? മാരീഡ് ഒരു വേർബായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം അല്ലേ? ഇനി മാരീഡ് എന്ന് പറയുമ്പോൾ ഒരു ആഡ്ജക്റ്റീവ് ആണ്, അതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? ഐ ആം മാരീഡ് ടു എ ഡോക്ടർ. ഐ ആം മാരീഡ് ടു എ ഡോക്ടർ. അപ്പൊ ഇവിടെ മാരീഡ് ആഡ്ജക്റ്റീവ് ആണ്. ഷീ ഈസ് മാരീഡ് ടു എൻ എഞ്ചിനീയർ. ഷീ ഈസ് മാരീഡ് ടു എൻ എഞ്ചിനീയർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ മാരീഡ് എന്നുള്ള ആഡ്ജക്റ്റീവ് വെക്കുമ്പോൾ അതിന് ശേഷം നമ്മൾ ടു എന്നുള്ള പ്രപ്പോസിഷൻ വെക്കണം. ടു എന്നുള്ള പ്രപ്പോസിഷൻ വെക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗെറ്റ് മാരീഡ് എന്നൊരു യൂസേജും കൂടി ഇംഗ്ലീഷിലുണ്ട്. ഗെറ്റ് മാരീഡ്. അപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. എങ്ങനെ പറയാ? ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ചു എന്നാണെങ്കിലോ അതിന്റെ പാസ്റ്റ് ആക്കി എങ്ങനെയാ? ഐ ഗോട്ട് മാരീഡ്.